ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ആയിട്ടാണ്. അങ്കമാലിക്കറി ആയതുകൊണ്ട് തന്നെ കുറേ പേര് എന്നോട് മാങ്ങക്കറിയുടെ റെസിപ്പീസ് പല രീതിയിലും മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രോസൺ മാങ്ങയാണ്. പിന്നെ ഞാനൊരു കുറച്ച് സവാള, അതെന്ന് പറയുന്നത് 4-1 സവാള പോലും ഇല്ല കേട്ടോ, വളരെ കുറച്ച് മതി സവാള. പിന്നെ വേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പച്ചമുളക് വേണം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാം. എണ്ണ വെളിച്ചെണ്ണയല്ല, വെളിച്ചെണ്ണയാണ് നല്ലത്. പക്ഷെ നമുക്കിവിടെ ചെറിയൊരു തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി തണുത്ത് കഴിയുമ്പോൾ അത് ഇച്ചിരി കട്ടയായി പോകും. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, എണ്ണയാണ്. പിന്നെ മാങ്ങയ്ക്ക് വലിയ പുളിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 അടപ്പ് വിനീഗർ, വൈറ്റ് വിനീഗറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ തിരുമാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഈ കല്യാണങ്ങൾക്ക് തലേദിവസം മാങ്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ കോക്കികൾ തിരുമുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങ് ആ ഒണിയൻ്റെ ജ്യൂസ് അങ്ങ് ഇറങ്ങണം. ശരിക്കും സവാള നന്നായിട്ട് സോഫ്റ്റ് ആവണം നമ്മൾ തിരുമ്മി കഴിയുമ്പോൾ. അതാണ് ആ ഫ്ലേവർ, ആ വിനീഗറും എണ്ണയും എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴുള്ളൊരു മണം കിട്ടും. അതാണ് ശരിക്കും ഇതിൻ്റെ പരുവം വരുന്നത്. ആ മിക്സിലാണ് ശരിക്കും മാങ്ങക്കറിയുടെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ചിലവർ മാങ്ങയിട്ട് തിരുമുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഫ്രോസൺ മാങ്ങയാണ്, അപ്പോൾ അതോട്ട് തിരുമ്മി കഴിഞ്ഞ് ഒരുപാട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മാങ്ങയിട്ട് ഞാൻ തിരുമ്മിയിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് അതെല്ലാം കൂടി ജസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മെയിനായിട്ടെന്ന് പറയുന്നത് 2-ാം പാലാണ്. 2-ാം പാൽ ഇവിടെ ക്യാൻഡ് മിൽക്ക് ആയതുകൊണ്ട് 2-ാം പാൽ 1-ാം പാൽ എല്ലാം സെയിം തന്നെയാണ്. 2-ാം പാലാകുമ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. 1-ാം പാലാണെങ്കിൽ സെയിം ഫാറ്റോടെ കൂടെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടിന്നിൻ്റെ ഏകദേശം ഒരു ഹാഫ് എടുത്തിരുന്നു. അതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഞാൻ സാധാരണ മാങ്ങ നമുക്ക് ഇപ്പോഴേ ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. പക്ഷേ ഈ പറയണം ഫ്രോസൺ മാങ്ങ ആയതുകൊണ്ട് അത് ഓൾറെഡി ഇച്ചിരി ഇങ്ങനെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് പയ്യെ തിളച്ച് തുടങ്ങി നന്നായിട്ട് ഒരു സ്മെല്ല് വരും ശരിക്കും തിളയ്ക്കുമ്പോൾ. ആ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് മാങ്ങ ഇടുന്നത്. ഇതിന് മുന്നിട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, മാങ്ങ നല്ല അലുത്ത് പോകും. അതിനേക്കാളും കുറച്ചുകൂടി ഒരു മാങ്ങ കട്ടിയിൽ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഞാൻ മാങ്ങ ഇട്ടു. മാങ്ങയിൽ ഞാൻ വേറെ ഒന്നും ഇട്ട് തിരുമിയിട്ടില്ല. ഉപ്പിട്ട് തിരുമി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാങ്ങ അലുത്ത് പോവാതെ ഇരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ ഇട്ട് തിളപ്പിക്കാത്ത കാരണം ഓക്കെയാണ്. അപ്പോൾ അത് മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് തിളച്ച് മാങ്ങയൊന്ന് പകുതി വേവായി കഴിയുമ്പോൾ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, ഫ്രോസൺ മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് നല്ല സോഫ്റ്റായി തുടങ്ങും. അപ്പോൾ ആ വെന്ത് നന്നായിട്ട് തിളച്ച് അത് മാങ്ങ സോഫ്റ്റായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് 1-ാം പാൽ ഒഴിക്കുന്നത്. 1-ാം പാലെന്ന് പറയുന്നത് ഈ സെയിം ക്യാൻഡ് മിൽക്ക് തന്നെ അതിനകത്തേക്ക് വെള്ളം ചേർക്കാതെ ആ സെയിം ഫാറ്റിനകത്ത് ഒഴിക്കുന്നതാണ് ഞാൻ 1-ാം പാലായിട്ട് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നന്നായിട്ട് തിളച്ചു, മാങ്ങയ്ക്ക് നന്നായിട്ട് സോഫ്റ്റായി. അതിനകത്തേക്ക് ഞാൻ ബാക്കിയിരുന്ന് 1-ാം പാൽ ഒഴിച്ചു. ഞാൻ ഏകദേശം ഒരു 3/4 ടിൻ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ ആ പൊട്ടിച്ചതിൻ്റെ ഒരു ഹാഫും പിന്നെ ഒരു കുറച്ചിരുന്നതും എല്ലാം കൂടെ ഏകദേശം 3/4 ഒരു ക്യാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കാൻ വെക്കരുത്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളക്കരുത്. നമ്മൾ ചൂടായി പയ്യ ഒരു ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പൊക്കത്ത് കാച്ചി ഒഴിക്കുക, അല്ലെങ്കിൽ താളിച്ചൊഴിക്കുക എന്ന് പറയും. അപ്പോൾ താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് ആദ്യം കടുക് ശരിക്കും എണ്ണ ചൂടായിട്ട് ഇടണം. ഞാൻ ഇട്ടപ്പോൾ ആക്ച്വലി നല്ല ചൂടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പൊട്ടി തുടങ്ങാൻ ഇത്തിരി സമയമെടുത്തു. കടുക് പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പയ്യെ ലൈറ്റ് ഒരു മുരിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഒരു 2-3 ഏകദേശം എടുത്താൽ മതി. പിന്നെ അതിനകത്തേക്ക് വേപ്പില ഞങ്ങളുടെ ഫ്രോസനാണ്, നല്ല ഫ്രഷ് വേപ്പിലയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി എല്ലാം കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വളരെ കുറച്ച് മുളക് പൊടി, അത് ജസ്റ്റ് ഭംഗിക്ക് മാത്രമാണ്, മുളക് പൊടിയുടെ ഫ്ലേവർ വരാനോ ഒന്നിനുമല്ല. ജസ്റ്റ് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു ലൈറ്റ് റെഡ് ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ ഒരു രസമുണ്ട്. അതിന് വേണ്ടി മാത്രമാണ്, ശരിക്കും ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമേ നമ്മൾ മുളക് പൊടി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ അത് നമ്മളെല്ലാം കൂടെ നമ്മുടെ റെഡിയായി ഇരിക്കുന്ന മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനത് വെച്ചപ്പോൾ ഓൾറെഡി അടുപ്പിനകത്ത് ചൂടുണ്ടായിരുന്നുകൊണ്ട് തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് അത് അങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാങ്ങ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. താങ്ക് യു.